തിരുക്കുടുംബത്തിൻ സ്നേഹം നുകർന്നിടാൻ, തിരുക്കുടുംബത്തിൻ ഐക്യത്തിൽ വളരാൻ, തിരുക്കുമാരനേശുവിനും കൂടെ വാഴണമേ. യോസേപ്പും മാതാവും കൂട്ടായി വരണമേ. തിരുക്കുടുംബത്തിൻ സ്നേഹം നുകർന്നിടാൻ, തിരുക്കുടുംബത്തിൻ തിരുക്കുടുംബത്തിൻ സ്നേഹം നുകർന്നിടാൻ, തിരുക്കുടുംബത്തിൻ ഐക്യത്തിൽ വളരാൻ, തിരുക്കുമാരനേശുവിനും കൂടെ വാഴണമേ. യോസേപ്പും മാതാവും കൂട്ടായി വരണമേ. തിരുക്കുടുംബത്തിൻ സ്നേഹം നുകർന്നിടാൻ, തിരുക്കുടുംബത്തിൻ ഐക്യത്തിൽ വളരാൻ, തിരുക്കുമാരനേശുവിനും കൂടെ വാഴണമേ. യോസേപ്പും മാതാവും കൂട്ടായി വരണമേ. നസ്രത്തിൻ മാതൃകയിൽ ത്യാഗം നെടുത്തോളായി ഞങ്ങൾ കുടുംബം പണിയാൻ തുണയേകാൻ വരണേ. നസ്രത്തിൻ മാതൃകയിൽ ത്യാഗം നെടുത്തോളായി ഞങ്ങൾ കുടുംബം പണിയാൻ തുണയേകാൻ വരണേ. ഇല്ലായ്മകളേറിലും വല്ലായ്മകളാകിലും സഹനം പുഞ്ചിരിയോടെ എതിരേൽക്കാം ഞങ്ങൾ. ഇല്ലായ്മകളേറിലും വല്ലായ്മകളാകിലും സഹനം പുഞ്ചിരിയോടെ എതിരേൽക്കാം ഞങ്ങൾ. തിരുക്കുടുംബത്തിൻ സ്നേഹം നുകർന്നിടാൻ, തിരുക്കുടുംബത്തിൽ ഐക്യത്തിൽ വളരാൻ, തിരുക്കുമാരനേശുവിനും കൂടെ വാഴണമേ. യോസേപ്പും മാതാവും കൂട്ടായി വരണമേ. തിരുക്കുടുംബത്തിൻ സ്നേഹം നുകർന്നിടാൻ, തിരുക്കുടുംബത്തിൻ ഐക്യത്തിൽ വളരാൻ, തിരുക്കുമാരനേശുവിനും കൂടെ വാഴണമേ. യോസേപ്പും മാതാവും കൂട്ടായി വരണമേ.
വരുവിന്നൊന്നായി ദൈവജനമേ, ഈ ബലിവേദിയിൽ ബലിയേകാം. വരുവിന്നൊന്നായി ദൈവജനമേ, ഈ തിരുയാഗവേദിയൊരുക്കാൻ വരുവിന്നൊന്നായി ദൈവജനമേ, ഈ ബലിവേദിയിൽ ബലിയേകാൻ വരുവിന്നൊന്നായി ദൈവജനമേ. സ്നേഹപിതാവാം ദൈവത്തിനായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ, സ്നേഹപിതാവാം ദൈവത്തിനായി ബലിയാകാൻ വരുവിന്നൊന്നായി ദൈവജനമേ. വിശുദ്ധിതൻ ബലിപീഠേ കർത്താവിൻ കബറിനെ അനുരഞ്ജിതരായി ബലിയാകാൻ കടങ്ങൾ തൻ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും അനുതാപമോടൊന്നായി അണയാം. വിശുദ്ധിതൻ ബലിപീഠേ കർത്താവിൻ കബറിനെ അനുരഞ്ജിതരായി ബലിയാകാൻ കടങ്ങൾ തൻ പൊറുതിക്കും പാപത്തിൻ മുക്തിക്കും അനുതാപമോടൊന്നായി അണയാം. ഈ തിരുയാഗവേദിയൊരുക്കാൻ വരുവിന്നൊന്നായി ദൈവജനമേ, ഈ ബലിവേദിയിൽ ബലിയേകാൻ വരുവിന്നൊന്നായി ദൈവജനമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരിയച്ച, സഹവികാരിയച്ച, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള പ്രിയ കുഞ്ഞുമക്കളെ, ഈശോയെ തിരുക്കുടുംബത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള ഭക്തി പ്രകടിപ്പിക്കുവാനായിട്ട് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവനാൾ ദിനങ്ങളിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈശോയുടെ തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളൊക്കെയും ഈശോയുടെ തിരുക്കുടുംബം പോലെ ആയിത്തീരുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും
ലോകം മുഴുവനെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് രോഗികളായിട്ട് കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിനു വേണ്ടിയും നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ബലിവേദിയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കാതെ പോയ നവമാധ്യമങ്ങളിലൂടെ ഈ ബലിയിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരങ്ങളുടെയും നിയോഗങ്ങൾ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പം നാം ഇന്ന് പ്രത്യേകമായിട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. എല്ലാ തൊഴിലാളികളെയും നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെയും എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുടുംബ യൂണിറ്റുകളിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഈ ബലിപീഠത്തിന് മുൻപിൽ ആയിരിക്കുക എന്നത്. നാം ഓരോരുത്തരും അയോഗ്യരാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മെ ഈ അൾത്താരയുടെ മുൻപിലായിരിക്കുവാനായിട്ട് യോഗ്യരാക്കിയത്. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം നമ്മുടെ എല്ലാ പോരായ്മകളെയും വീഴ്ചകളെയും നമുക്ക് ഏറ്റുപറയാം. അങ്ങനെ വിശുദ്ധിയോടുകൂടെ ഈ ബലി അർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പൊതുകുമ്പസാരം സാധ്യമല്ലാത്തതിനാൽ നാം ഈ തിരുക്കർമ്മങ്ങളിൽ എല്ലാവർക്കുമായിട്ട് അനുരഞ്ജന കൂദാശയായി ഈ ബലിയുടെ ഇടയിലാണ് നമ്മൾ അനുരഞ്ജന കൂദാശ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളൊക്കെയും നമുക്ക് ഓർക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളെയും ഓർക്കാം. വന്നുപോയ വീഴ്ചകൾക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരായ നമ്മൾ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവെ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. അങ്ങയോട് ഏറ്റുപറയുന്നവരുടെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങേ കരുണാർദ്ര സ്നേഹത്തിൽ അങ്ങേ പാപമോചനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കൗദാശിക പാപമോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി മുട്ടുകുത്തി നിന്ന് തങ്ങൾ പാപികളാണെന്ന് അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല കുമ്പസാരത്തിനുള്ള ജപം ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. നമുക്കൊരുമിച്ച് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും ശിരസ് നമിച്ച് പാപമോചന
ശുശ്രൂഷയിൽ പങ്കുചേരാം. പിതാവായ ദൈവം പാപിയുടെ മരണം ആഗ്രഹിക്കുന്നില്ല, പ്രത്യുത തന്നിലേക്ക് പിന്തിരിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അതിൻ്റെ രക്ഷയ്ക്കായി അയക്കുകയും ചെയ്തു. അവിടുന്ന് നിങ്ങളോട് തൻ്റെ കരുണാർദ്രമായ സ്നേഹം പ്രകടിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനമരുളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു. അവിടുന്ന് തൻ്റെ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് അവർക്ക് പാപങ്ങൾ പൊറുക്കുവാനുള്ള അധികാരം നൽകി. എനിക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാൽ അവിടുന്ന് നിങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ നിങ്ങളെ പൂരിതരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ പാപങ്ങളുടെ മോചനത്തിനായി നമുക്ക് നൽകി. അവിടുന്നിൽ നാം പിതാവിനെ സമീപിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ പ്രകാശത്തിൻ്റെ ശോഭയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം തൻ്റെ പ്രാഭവമാർന്ന പ്രവൃത്തികളെ പ്രഘോഷിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും തൻ്റെ മഹത്വം നിങ്ങളെ അണിയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെയും, പ്രായശ്ചിത്തമായിട്ട് നമ്മളുടെ ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓരോരുത്തരെയും തന്നെ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥനയിൽ ഇന്നത്തെ കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ പ്രായശ്ചിത്തമായിരിക്കും. അത് നിറവേറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ ഉത്തമ മാതൃക ഞങ്ങൾക്ക് നൽകാൻ തിരുമനസ്സായ ദൈവമേ, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹശൃംഖലകളിലും തിരുക്കുടുംബത്തെ പിഞ്ചെന്ന് അങ്ങേ ഭവനത്തിൻ്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കാൻ കരുണാപൂർവം ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന്. ആ ദിവസങ്ങളിൽ ബാലാം കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ പാളയം അടിച്ചിരിക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു. അവൻ പ്രവചിച്ചു പറഞ്ഞു. ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം! ഇസ്രയേലേ, നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൻ നിര പോലെയും നീർച്ചാലിനരികെയുള്ള ദേവദാരു പോലെയും. അവൻ്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും. വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും. അവൻ്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും. അവൻ്റെ രാജ്യം മഹത്വമണിയും. ബാലാം പ്രവചനം തുടർന്നു. ബയോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ
സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു, ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ പാതകൾ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവെ, കർത്താവേ, അങ്ങയുടെ പാതകൾ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവെ, കർത്താവേ, അങ്ങയുടെ പാതകൾ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയുടെ പാതകൾ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ. അക്കാലത്ത് യേശു ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു, എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്തിലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു. എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു. അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരി ഫ്രാൻസിസ്കോ ഇക്കാരമർമിലച്ച, സഹവികാരി സ്മിജോയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്,
പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുകൂട്ടുകാരെ, നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നാം ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ തിരുനാളുകൾ എത്രത്തോളം ലളിതമായിട്ട് നടക്കുമെന്ന്. നമ്മുടെ വിവാഹങ്ങളൊക്കെയും 20ഉം 50ഉം പേര് വെച്ച് വിവാഹങ്ങൾ ലളിതമായിട്ട് നടത്താനായിട്ട് സാധിക്കുമെന്ന്, അല്ലെങ്കിൽ നടത്തേണ്ടി വരുമെന്ന്, ഒരു അപ്രതീക്ഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ തിരുനാളിനും വളരെ പ്രസക്തിയുണ്ട്. ആദ്യമേ തന്നെ നിങ്ങളുടെ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ്. ഈ ഒരുക്ക ദിനങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും ഒരുക്കുവാനായിട്ട്, ഈ തിരുനാളിന് വേണ്ടിയിട്ട് ഈശോയുടെ തിരുക്കുടുംബം പോലെ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെയും രൂപാന്തരപ്പെടുവാനായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് ഈ തിരുനാൾ സമയം മാറട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ ചിന്ത മാത്രം പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. തിരുക്കുടുംബത്തെ പോലെ നമ്മളുടെ കുടുംബങ്ങൾക്കും നല്ല പതിവുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ തിരുക്കുടുംബത്തെ കണ്ടുമുട്ടുന്നുണ്ട്. പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പ് പിതാവും 12 വയസ്സുകാരൻ യേശു ക്രിസ്തുവും ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്ന കാഴ്ച. ആ വചനഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരം: ആണ്ടുതോറുമുള്ള പതിവനുസരിച്ച് അവർ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ജെറൂസലേമിലേക്ക് പോയി. മോശയുടെ നിയമം അനുസരിച്ച് ഓരോ യഹൂദനും 3 തിരുനാളുകൾക്ക് ജെറൂസലേമിൽ പോയി പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. കൂടാര തിരുനാള്, പെസഹ തിരുനാള്, അതുപോലെ കൊയ്ത്തിൻ്റെ തിരുനാള്, 3 തിരുനാളുകൾക്ക് അവർ പോയിക്കൊണ്ടിരുന്നു. അത് പുരുഷന്മാർക്കാണ്, ചിലർ പറയുന്നു പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് ചില ആ സമയത്തെ ചില ഹിസ്റ്റോറിയൻസ് പറയുന്നു. മറ്റു ചിലർ പറയുന്നു സ്ത്രീകളും പോയിരുന്നു എന്ന്. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇല്ലെങ്കിൽ കൂടെയും പുരുഷന്മാർ നിർബന്ധമായും ദേവാലയത്തിൽ പോകേണ്ടിയിരുന്നു. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് 13 വയസ്സാകുന്നതാണ്, 13 വയസ്സ് മുതലുള്ള കുട്ടികളെ അവർ പ്രായപൂർത്തിയായ പുരുഷന്മാരായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരും ദേവാലയത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ 13 വയസ്സിലാണ് പോകേണ്ടതെങ്കിലും അവരെ ഈ മോശയുടെ നിയമം അനുസരിച്ച് വളർത്തുവാനായിട്ട്, അല്ലെങ്കിൽ നിയമത്തോട്, അല്ലെങ്കിൽ പ്രവാചക ഗണത്തോട്, അല്ലെങ്കിൽ അന്നത്തേക്ക് ഇതിൽ പറയുന്ന നബീം അല്ലെങ്കിൽ കെത്തുബീം, ഈ പുസ്തകങ്ങളൊക്കെയും അവരെ പരിചയപ്പെടുത്തിയിരുന്നു. അവരുടെ സങ്കീർത്തനങ്ങളൊക്കെയും അവർക്ക് ഹൃദിസ്ഥമാക്കാനായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് 12 വയസ്സുകാരനാണ്, 13 വയസ്സായിട്ടില്ല, 12 വയസ്സുകാരനായ ഈശോയെയും കൊണ്ട് അവർ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ അതിന് പോകേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ പരിശുദ്ധ അമ്മയും പോകുന്നു. അതിനർത്ഥം അവരുടെ കുടുംബത്തിൽ ഒരു പതിവുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഭക്തമാർഗങ്ങളിലൂടെ തങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തികളായിരുന്നു പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും. അതാണ് ആദ്യമേ പറഞ്ഞത്, നല്ല പതിവുകൾ ഉണ്ടാകട്ടെ എന്ന്. ഇത്തരത്തിൽ പതിവനുസരിച്ച് ദേവാലയത്തിലേക്ക് പോകുന്ന പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും അവിടെ പ്രാർത്ഥനയും കാഴ്ചകളും അർപ്പിച്ചതിന് ശേഷം തിരികെ പോരുന്ന വഴിയിലാണ് അവർക്ക് കർത്താവിനെ മിസ് ചെയ്യുന്നത്, അല്ലേ? സാധാരണ യാത്ര പോകുന്നത് സംഘങ്ങളായിട്ടാണ്. ചിലപ്പോൾ പുരുഷന്മാർ മാത്രം, സ്ത്രീകൾ മാത്രം, കുട്ടികളുടേതായിട്ടുള്ള ആ ഒരു കൂട്ടത്തിൽ, അല്ലെങ്കിൽ ചാർച്ചക്കാരൊരുമിച്ച്, അങ്ങനെ പല സംഘങ്ങളായിട്ടാണ് ഇവർ യാത്ര പുറപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിനും
ഈശോയെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവർ തിരിച്ചറിയുന്നത്. കാരണം അവർ വിചാരിച്ചു, യൗസേപ്പിതാവ് വിചാരിച്ചു പരിശുദ്ധ അമ്മയുടെ കൂടെ ഉണ്ടാകും, പരിശുദ്ധ അമ്മ വിചാരിച്ചു യൗസേപ്പിതാവിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അങ്ങനെയാണ് അവർ യാത്ര ഒരു ദിവസം പൂർത്തിയായപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് കർത്താവിനെ നഷ്ടപ്പെട്ടുവെന്ന്, അല്ലെങ്കിൽ ഈശോയെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന്. പക്ഷേ തിരികെ പോകുന്ന പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും അവനെ ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തുന്നുണ്ട്. കണ്ടെത്തി പരിശുദ്ധ അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മകനെ നീ എന്തു ചെയ്യുകയായിരുന്നു, നീ എവിടെയായിരുന്നു എന്ന്. നിന്റെ പിതാവും ഞാനും നിന്നെ കാണാതെ എത്രയേറെ വിഷമിച്ചു എന്നറിയാവോ? സാധാരണ അമ്മമാർ ചോദിക്കുന്നൊരു ചോദ്യമാണത്. പക്ഷേ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു പോരായ്മ എന്നാൽ മിക്കതും നമ്മൾ ദൈവികമായിട്ട് മാത്രം ഇങ്ങനെ വായിക്കും അല്ലേ. മകനെ നീ എവിടെയായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഭയങ്കര ഡിവൈൻ ഒരു രീതിയിൽ നമ്മൾ വായിച്ചു കളയും. പക്ഷെ ചില ഭാഗങ്ങൾ മാനുഷികമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ അത്രയും ദേഷ്യം ഉണ്ടാകും, അത്രയും സങ്കടം ഉണ്ടാകും. ആ സങ്കടത്തോടെയാണ് പരിശുദ്ധ അമ്മ ചോദിക്കുന്നത്, നീ എവിടെയായിരുന്നു അല്ലേ. ഈ പിള്ളേരെയൊക്കെ കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് ഇത്തിരി വൈകിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അമ്മമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു സാധാരണ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 5 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് 5 മണിക്ക് വീട്ടിലെത്തിയിരിക്കണം. അതെവിടെയാണെങ്കിലും അവിടെ നിന്ന് എത്തിയിരിക്കണം. അപ്പോൾ ഈ ചോദ്യം കുറേ തവണ കേട്ടിട്ടുണ്ട്. അത് കേട്ടത് മാത്രമല്ല, അതിനൊപ്പം പല കാര്യങ്ങളും കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ചോദ്യം അതാണ്, നീ എവിടെയായിരുന്നു. പിന്നത്തെ രണ്ടാമത്തെ ഡയലോഗ് സാധാരണ അമ്മമാർ നടത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. ഈ ആരും അറിയാതെ, പ്രത്യേകിച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ അമ്മമാരെ ആരും അറിയാത്ത രീതിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ സൈഡിൽ വന്ന് ഈ സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു തിരിക്കലുണ്ട്. കിട്ടിയവർക്കറിയാം, കിട്ടിയിട്ടുണ്ടാകും, മിക്കവാറും പേർക്കും കിട്ടിയിട്ടുണ്ടാകും. ഇവിടെ പിടിച്ചൊരു പിരി പിടിച്ചിട്ട് പറയും, അതാണ് പറയുന്നത്, ഞാനും നിന്റെ അപ്പനും കൂടി എന്തോരം നേരമായിട്ടറിയാമോ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ. അത്രയും ദേഷ്യത്തിലാണ് പറയുന്നേ. എന്തുകൊണ്ട് ഈ വചനഭാഗം ഈ നമ്മളുടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ഒരു ഭാഗം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ നോക്കിയെടുക്കേണ്ട ചില ഭാഗം തന്നെയാണ്. ഇപ്പോൾ കുടുംബങ്ങളിൽ മിക്കവാറും അപ്പന്മാരും അമ്മമാരും പരാതി പറയുന്നത്, അച്ഛാ മോൻ എവിടെ പോയി എന്ന് അറിയാൻ പാടില്ല, രാവിലെ ഇറങ്ങിപ്പോകും, പിന്നെ വരുന്നത് രാത്രി 10 മണിക്ക് 12 മണിക്കൊക്കെയാണ്, എവിടെ പോയി എന്ന് അറിയാൻ പാടില്ല, അന്വേഷിക്കാനോട്ട് മെനക്കെടാറുമില്ല. നമ്മുടെ കുടുംബങ്ങളുടെ പോക്ക് അപ്രകാരമാണ്. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും തിരഞ്ഞിറങ്ങിയതുപോലെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മക്കളെ, ജീവിത പങ്കാളിയെ ഒക്കെ തേടിയെടുക്കേണ്ട സമയമാണ് ഈ തിരുനാള്. ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നല്ല പതിവുകൾ വേണമെന്ന്. പഴയ കുടുംബങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഈ പതിവുകളൊക്കെ കാണാമായിരുന്നു. പണ്ട് 8ഉം 10ഉം മക്കളുള്ള കാലത്ത് അപ്പൻ പോയി വരുന്നതും കാത്ത് തങ്ങളുടെ വീടിൻ്റെ പൂമുഖത്തിരിക്കുന്ന മക്കൾ അപ്പൻ വന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലി അതിനുശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ല പതിവുകൾ നമ്മളുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം ഒരുമിച്ച് എല്ലാവരും പരിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുൻപ് ദേവാലയത്തിലെത്തി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നല്ല പതിവുകൾ ഉണ്ടായിരുന്നു. ഈ പതിവുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. നേരത്തെയൊക്കെ നമ്മൾ പറയുമായിരുന്നു 7 മണി എന്ന് പറയുന്നൊരു സമയം കുടുംബത്തിൽ പ്രാർത്ഥനയുടെ സമയമായിരുന്നു. ഇപ്പോൾ വന്ന് കിടക്കപ്പായൽ വരെ നമ്മുടെ പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ എത്തി നിൽക്കുന്നു. ഏറ്റവും തള്ളി നീക്കാനായിട്ട് പറ്റുന്നൊരു സാധനം നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ് അല്ലേ. നല്ലൊരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സിനിമ കഴിയുന്നത് വരെ നമ്മളിങ്ങനെ നീക്കി വെക്കും. അപ്പോഴത്തേക്ക് ഏകദേശം 9 മണിയായിട്ടുണ്ടാകും. അപ്പോൾ പറയും ഇനി ഭക്ഷണം കഴിച്ചിട്ടാകാം. അപ്പോൾ ഉടനെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നമ്മൾ ക്ഷീണിതരാണ്. നമ്മൾ പറയും ഇനി നാളെ ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവിനും പുത്രനും മാത്രം വെച്ച് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നു.
അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചേക്കാണല്ലോ, ഉറക്കം വന്നില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ കിടന്നുകൊണ്ട് നമുക്ക് കുടുംബ പ്രാർത്ഥന ചൊല്ലാമെന്ന്. പിതാവിനും പുത്രനും വയ്ക്കുന്നത് മാത്രം ഓർമ്മയുണ്ടാകും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. നമ്മുടെ പതിവുകൾക്ക് വന്ന വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നഷ്ടപ്പെട്ടു പോയ നല്ല പതിവുകളൊക്കെയും തിരികെ പിടിക്കാനുള്ള സമയമായിട്ട് ഈ തിരുനാൾ ദിനങ്ങൾ മാറ്റുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് സംസാരിക്കാൻ. ഈ ലോക്ക്ഡൗൺ കാലത്തിൽ കിട്ടിയ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ട്രോള് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാവരും വീടിനകത്തായി പോയല്ലോ, പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ പോലീസ് ഓടിച്ചിട്ടടിക്കുന്നു, ഡ്രോണിൽ പിടിക്കപ്പെടുന്നു, പിന്നെ അതിൻ്റെ പേരിൽ കേസുകൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തായിപ്പോയി. കുറേ സമയം മൊബൈലുമായിട്ട് ഇങ്ങനെ ഇരുന്നു, ചാറ്റ് ചെയ്തു, എല്ലാവർക്കും മടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം TV കണ്ടു, കുറച്ചു നേരം കിടന്നുറങ്ങി, എന്നിട്ടും സമയം ബാക്കി. അവസാനം ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ വീട്ടിലുള്ള ആളുകളോട് സംസാരിച്ചു. എത്ര മനോഹരം, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണെന്നേ. അത്തരത്തിൽ നമ്മളുടെ കുടുംബങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, നല്ല പതിവുകൾ നമുക്ക് വേണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നല്ല പതിവുകൾ നമുക്ക് വേണം. ഈ തിരുനാൾ അതിനുവേണ്ടിയുള്ള സമയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഭക്ത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും ഇന്നേ ദിവസം ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോബിനച്ഛനെയും ഞങ്ങളുടെ വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതയാത്രയിൽ എന്നും അങ്ങയെ മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനും അതുവഴി ധാരാളം മക്കളെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാനും അവരുടെ ജീവിതം മാതൃകയാകട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവന് പോലും വലിയ മഹത്വം കൽപ്പിച്ചരുളുന്നു എന്ന അങ്ങേ തിരുവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പാപസാഹചര്യങ്ങളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് അർഹരായി തീരുവാൻ തക്കവിധം പരിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ തൊഴിലാളികളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൃത്യനിഷ്ഠയോടും കൂടി ജോലി ചെയ്യുവാനുള്ള ആരോഗ്യവും കരുത്തും അവർക്ക് നൽകണമേ എന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളുടെ സംരക്ഷകനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലും ജീവിക്കുവാനും ഏത് പ്രതിസന്ധികളിലും തളരാതെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള കരുത്ത് നൽകണമേ എന്ന് തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, രോഗങ്ങളാലും ശാരീരികവും മാനസികവുമായ വിഷമതകളാലും കഷ്ടത അനുഭവിക്കുന്നവരെയും കൊറോണ എന്ന മഹാമാരിയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നവരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്താലും ജലത്താലും തഴുകി അവരെ സൗഖ്യമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
ജീവന്റെ ഉറവിടമായ ദൈവമേ, മരണം മൂലം അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സ്നേഹിതർക്കും അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകൾക്കും മാപ്പ് നൽകി സ്വർഗത്തിൽ അങ്ങയുടെ തിരുകം ദർശിക്കുവാനുള്ള ഭാഗ്യമരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. രക്ഷകായി അപ്പവും വീഞ്ഞുമീ യാഗവേദിയിൽ കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ,
ജീവിതം എൻ്റെ കൈകളിൽ തന്നു നീ. രോഗപീഡയും ആശയും വന്നീരാശയും കാസയിൽ ചേർത്തു നൽകിടാം ഏറ്റുവാങ്ങണേ ദൈവമേ. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ. സഹോദരരെയും എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവുമത്രേ. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗത് പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ. ജഗത്പിതാവേ, ഗാഗുൽത്താമല വേദിയിൽ മനുഷ്യ പാപങ്ങളേന്തി മൃത്യു വരിച്ച നാഥ, താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്തു. മേവിടുമീചനം ആർത്തഭക്ത്യാ തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരത് ഉദ്ഘോഷിക്കുന്നു. നിൻവരവങ്ങിനെ പ്രത്യാശയോടിവ എന്നെന്നും ഈ മണ്ണിൽ
കാത്തിരിപ്പൂ. ആകയാലാമോദ വായ്പൂടെ വാഴുമാ സ്വർഗീയ ഗായകർ മാലാഖമാർ. ദിവ്യ പ്രതാപവാൻ അങ്ങയ്ക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യ ഗാനത്തോട് ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഠകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ തിരുപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദികരോടും സമർപ്പിതരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരയണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ
അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, എൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, എന്നിൽ നിറഞ്ഞിടുവാൻ.
സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഇടവക തിരുനാളിൻ്റെ നവനാളിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് അനുഗ്രഹത്തിൻ്റെ ബലിയർപ്പിച്ച് നമുക്കായി പ്രാർത്ഥിച്ചത് പ്രിയ ബഹുമാനമുള്ള ജോബിൻ പാനികുളം അച്ഛനാണ്. അച്ഛൻ ചെറാനല്ലൂർ സെയിൻറ്റ് ജെയിംസ് ഇടവകയിൽ സഹവികാരിയായി സേവനം ചെയ്യുന്നു. എപ്പോൾ വിളിച്ചാലും ഒരുപാട് സന്തോഷത്തോടുകൂടി ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹമുള്ള തയ്യാറായുള്ള ഒരു വൈദികനാണ്. ഒരുപാട് സ്നേഹത്തോടെ അച്ഛന് നന്ദി പറയുന്നു. ഇന്നത്തെ കാലത്ത് പ്രത്യേകമായി സമകാലിക പ്രശ്നങ്ങളിൽ മാതാപിതാക്കളും കുടുംബവും ഉണ്ടായിരിക്കേണ്ട പതിവുകളെക്കുറിച്ച് അച്ഛൻ നമ്മെ സൂചിപ്പിച്ചു, ഓർമ്മിപ്പിച്ചു. ഒരുപാട് നന്ദി പറയുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന നല്ല പതിവുകൾ ജീവിതത്തിലേക്ക് വീണ്ടെടുത്ത് കാത്തു സൂക്ഷിക്കുവാനും ദൈവത്തിൻ്റെ വഴിയിലായിരിക്കുവാനും ഈ തിരുനാള് നമ്മെ ഏറ്റവും പ്രത്യേകമായി പ്രേരിപ്പിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഒരുപാട് സ്നേഹത്തോടെ വികാരി അച്ഛൻ്റെയും എല്ലാ ഇടവക കുടുംബത്തിൻ്റെയും പേരിൽ ഒരുപാട് സ്നേഹത്തോടുകൂടി ജോബിൻ അച്ഛന് നന്ദി പറയുന്നു. ഇന്ന് ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത് 41, 42, 1 യൂണിറ്റുകളാണ്. അവരുടെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് സ്നേഹത്തോടുകൂടി നന്ദി പറയുകയാണ്. നാളെയും വൈകുന്നേരത്തെ തിരുക്കർമ്മങ്ങൾ 5:30 തന്നെ. പ്രത്യേകമായി നമ്മൾ നാളെ ലഹരി വിമുക്തിക്കായി പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകേണ്ടത് BCC 2, 3, 4 യൂണിറ്റുകളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ നമുക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി വരുന്നത് മനോജ് മരോട്ടിക്കൽ അച്ഛനാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്ക് പ്രത്യേകം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർക്കണേ.
പ്രകാശമേ അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ കീഴുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദി മാതാപിതാക്കളെ സൃഷ്ടിക്കുകയും അങ്ങനെ പ്രഥമ കുടുംബത്തെ രൂപപ്പെടുത്തി പറുദീസായിലെ സൗഭാഗ്യങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്ത സ്നേഹപിതാവെ, അങ്ങയുടെ പരിപാലനയുടെ കരങ്ങളാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ അധ്വാനങ്ങളെ ഫലമണിയിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും നിലനിർത്തണമേ. കുടുംബജീവിതത്തിൻ്റെ മാന്യതയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. ഞങ്ങൾ തമ്മിൽ പരസ്പര ധാരണയും വിശ്വസ്തതയും പുലർത്തി നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. നവനാൾ ജപങ്ങൾ. കുടുംബങ്ങളുടെ മധ്യസ്ഥരും മാതൃകയുമായ തിരുക്കുടുംബമേ, ഞങ്ങളിതാ അങ്ങേ തിരുമുൻപിൽ അണഞ്ഞ് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ സുഹൃതങ്ങളുടെയും വിളനിലമായി തിരുക്കുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സ്നേഹവും കൂട്ടായ്മയും ഞങ്ങൾക്ക് പ്രചോദനമരുളട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളും ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനുമായി അങ്ങ് മാതൃകയായി തന്നിരിക്കുന്ന നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥ്യം ഞങ്ങളിപ്പോൾ യാചിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തിരുക്കുടുംബം വഴിയായി തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതയിലും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം.
എല്ലാ തൊഴിലാളികൾക്കുമായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. എല്ലാ തൊഴിലാളികളെയും അവർ ജോലി ചെയ്യുന്ന എല്ലാ ഇടങ്ങളെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതുമൂലം വേദനകളിലൂടെ കടന്നു പോകുന്ന, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അവരെയും സമർപ്പിക്കാം. ജോലി അന്വേഷിക്കുന്നവരെയും നല്ല ജോലികൾ കണ്ടെത്തുവാനും സാമ്പത്തികമായ കുടുംബ ഭദ്രത നൽകണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. വെല്ലുവിളികൾ നിറഞ്ഞ ജോലി സാഹചര്യങ്ങളിൽ കഴിയുന്നവരുണ്ട്. പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരും മറ്റും അവരെ എല്ലാവരെയും സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാലും ശക്തിയാലും കൃപകളാലും നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകമായി 41, 42, 1 യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ കുടുംബ അംഗങ്ങളെയും സമർപ്പിക്കാം. തിരുനാൾ ദിനത്തിൽ ഇന്ന് പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, തിരുകുടുംബത്തിന് അനുഗ്രഹങ്ങൾ എല്ലാ കുടുംബങ്ങളും പ്രത്യേകമായി യൂണിറ്റുകളിലെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അപേക്ഷകളും സമർപ്പിച്ച് ഒരുമിച്ച് വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിച്ച ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥ്യം വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. സ്നേഹം മാത്രമായ തിരുക്കുടുംബമേ, നിങ്ങളുടെ അധ്വാനവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എന്നും ശക്തമായ തുണയാകട്ടെ. ഞങ്ങളുടെ കഷ്ടതകളിലും പ്രശ്നങ്ങളിലും രോഗങ്ങളിലും എന്നും നിങ്ങളുടെ മാധ്യസ്ഥ്യം യാചിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ണീശോയെ പോലെ മാതാപിതാക്കൾക്ക് വിധേയരായി വർത്തിക്കുവാൻ അനുഗ്രഹിക്കണമേ. അധ്വാനത്തിലൂടെ തിരുക്കുടുംബത്തെ പോറ്റി വളർത്തിയ യൗസേ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ അധ്വാനങ്ങൾ ഫലമണിയുവാൻ അങ്ങ് സഹായിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ആവശ്യം അറിഞ്ഞ് ആ കുടുംബത്തെ സഹായിച്ച പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം നഷ്ടപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഒരുമയോടെ ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഉണ്ണിയേശു നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടായപ്പോൾ 3 ദിവസം അങ്ങ് അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്തിയതുപോലെ പാപത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ എത്രയും വേഗം കുംഭസാരം എന്ന കൂദാശയിലൂടെ ഈശോയെ കണ്ടെത്തുവാനും വചനത്തിൽ അധിഷ്ഠിത
അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം നയിക്കുവാനും കൃപയരുളയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുക്കുടുംബ പാലകനായ വിശുദ്ധ യൗസേ പിതാവേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നരുൾ ചെയ്ത പരിശുദ്ധ മറിയമേ, ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ഉണ്ണി മിശിഹായെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുമക്കളും ഇതുപോലെ വളരുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ബത്ലഹേമിൽ താമസിക്കാൻ ഒരിടം കിട്ടാതെ വലഞ്ഞ് കാലിത്തൊഴുത്തിൽ ലോകരക്ഷകന അഭയം കണ്ടെത്തിയ തിരുക്കുടുംബമേ, സ്വന്തമായി ഒരു ഭവനമില്ലാതെ വലയുന്ന എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെയെല്ലാം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. മക്കൾ ദൈവത്തിൻ്റെ ദാനമെന്ന് തിരുവചനത്തിലൂടെ അറിയിച്ച ദൈവമേ, മക്കളില്ലാത്ത ദമ്പതിമാരെയും തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഒരുമയോടെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട തിരുക്കുടുംബമേ, സമാധാനമില്ലാതെ കലഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ മാധ്യസ്ഥ്യത്തിൽ ഭരമേൽപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ഈശോ നൽകിയ സമാധാനം നിറയുവാൻ പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. തിരുക്കുടുംബത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ സുവിശേഷമായി തീർന്ന യേശുവിനെ പോലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥരും മാതൃകയുമായി അങ്ങ് ഞങ്ങൾക്ക് തിരുക്കുടുംബത്തെ നൽകിയതിന് അങ്ങേയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവരുടെ മാധ്യസ്ഥ്യ സഹായത്താൽ ഞങ്ങൾ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ശ്രീയേശുനാഥന്റെ ഭവനം, പ്രിയമേരിതൻ സ്നേഹഭവനം, നീതിമാനാകും യൗസേപ്പ് പിതാവ്
ജനമിരിക്കുന്ന ഭവനം മണ്ണിൽ മർത്യന്നു രക്ഷയായ വചനം പകരും ഭവനം. നമ്മുടെ കുടുംബങ്ങൾക്ക് തിരുക്കുടുംബം വഴിയായി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപകാര സ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ആദിയിൽ കുടുംബം സ്ഥാപിച്ച് വിശുദ്ധീകരിച്ച് അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൻ്റെ ഭാഗമാക്കിയ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ ലോകമോഹങ്ങളിൽ വീഴാതെ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ അങ്ങിൽ എന്നും ശരണപ്പെടുവാൻ ഇടവരട്ടെ. ഈ ലോകത്തിൽ അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റിയ യൗസേ പിതാവും പരിശുദ്ധ മറിയവും ഉണ്ണിമിശിഹായും ചേർന്ന കുടുംബത്തെ പോലെ ഞങ്ങളും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ കൃപ തരണമേ. അങ്ങനെ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാനും നന്ദി പറയുവാനും തിരുമനസ്സാകണമേ. ആമേൻ. ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മോക്ഷകവാടം തുറക്കും രക്ഷകരമോസ്തി ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടണം. സ്വർഗത്തിലങ്ങി വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടണം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നിന്നെ നോക്കി ഇരിക്കാൻ
കഴിയുന്നുള്ളൂ. നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. നിന്നെ നോക്കി ഇരിക്കാനേ കഴിയുന്നുള്ളൂ. നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. നിൻ സ്നേഹത്തിനാഴമറിയാൻ എന്തു ഞാൻ ചെയ്യും? നിൻ ത്യാഗത്തിൻ വിലയായി എന്തു നൽകിടും? എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ! ദൈവമെൻ അരികിലായി അൾത്താരയിൽ ആരാധന മാത്രമേ പാടാനുള്ളൂ. നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ. നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ! ദൈവമെൻ അരികിലായി അൾത്താരയിൽ. കാരുണ്യനാഥന്റെ മുൻപിൽ നമുക്ക് ശാന്തമായിരിക്കാം. ഖലീൽ ജിബ്രാന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ഒരിക്കൽ ദൈവം ഭൂമിയിലേക്ക്, മനുഷ്യരുടെ ഇടയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭൂമിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ദൈവം തൻ്റെ മാലാഖമാരെ വിളിച്ച് അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. ഭൂമി എപ്രകാരം ഇരിക്കുന്നുവെന്ന് നിങ്ങൾ നോക്കി ഞാൻ എവിടേക്ക് പോകണമെന്ന് പറയുവാനായിട്ട് അവരെ പറഞ്ഞയക്കുന്നു. മാലാഖമാർ ഭൂമി നിറയെ ഭൂമി ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം തിരികെ ദൈവത്തിൻ്റെ അടുക്കൽ തിരികെ എത്തുന്നു. തിരികെ എത്തിയ മാലാഖമാർ ദൈവത്തെ ഭൂമിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്നു. അവർ ദൈവത്തോട് പറയുന്നു, ദൈവമേ, അങ്ങ് ഭൂമിയിലേക്ക് പോകരുത്. ഭൂമിയിൽ തിന്മ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യര് പട്ടിണി കൊണ്ട് വേദനിക്കുന്നു. രോഗങ്ങൾ കൊണ്ട്, ശാന്തി കൊണ്ട്, കലഹങ്ങൾ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഭൂമിയിലേക്ക് പോകരുത്, ഭൂമിയിൽ തിന്മയാണ് എന്ന് മാലാഖമാർ പറയുന്നു. ദൈവം മാലാഖമാരെ ശാസിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഭൂമിയിലേക്ക് പോവുക തന്നെ ചെയ്യും. എൻ്റെ ജനത്തിൻ്റെ വിശപ്പിന് ഞാൻ ഭക്ഷണമായും അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യമായും അവരുടെ കലഹങ്ങളിൽ സമാധാനമായും രോഗങ്ങൾക്ക് സൗഖ്യമായും ഞാൻ ഭൂമിയിലേക്ക് പോകും. ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വർഗം വിട്ടിറങ്ങിയ ദൈവം സന്നിഹിതനായിരിക്കുന്നു. തൻ്റെ സകല മഹിമ പ്രതാപങ്ങളും വിട്ട് വെറുമൊരു ഗോതമ്പപ്പത്തോളം ചെറുതായി നമ്മുടെ ദൈവം സന്നിഹിതനായിരിക്കുന്നു.
നമ്മുടെ എല്ലാ ശാരീരിക ആത്മീയ വിശപ്പുകൾക്കും ശമനമായി, രോഗങ്ങൾക്ക് സൗഖ്യമായി, അസമാധാനത്തിന് സമാധാനമായി, ശാന്തിയായി ദൈവം ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നു. എന്നെയും നിന്നെയും സ്നേഹിച്ച് കൊതിതീരാത്ത ദൈവം ഈ തിരുവോസ്തിയിലിരുന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് തൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാകുവാനായിട്ട്. കർത്താവിൻ്റെ ആ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാകുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാനും ഈ ബലിയിൽ പങ്കുചേരുവാനും അനുഗ്രഹം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നവമാധ്യമങ്ങളിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹം തേടുവാനായിട്ട് ഓടിയണഞ്ഞ എല്ലാവർക്കും നമുക്ക് കൃതജ്ഞതയോടുകൂടെ ആയിരിക്കാം. കാരണം നമ്മുടെ ഈ ജീവിതം ദൈവം നൽകിയ വലിയ ദാനമാണല്ലോ. ആ വലിയ ദാനത്തിന് ദൈവത്തിന് നമ്മെ തന്നെ നന്ദിയായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ അൾത്താരയിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈ ഇടവക സമൂഹത്തെ മുഴുവനായും കർത്താവിൻ്റെ അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ തൊഴിലാളികളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഈ കോവിഡ് കാലത്തിൽ തൊഴിലിന് പ്രശ്നങ്ങൾ സംഭവിച്ച, തടസ്സങ്ങൾ നേരിട്ട, തൊഴിൽ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളെയെല്ലാം നമുക്കൊരു നിമിഷം ഓർക്കാം. അവരുടെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ അൾത്താരയിൽ നിന്ന് ഒഴുകി ഇറങ്ങുവാനായിട്ട് പോവുകയാണ്. നമ്മൾ ഓരോരുത്തരിലേക്കും, നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മളുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിത പങ്കാളികളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, ഈ ഇടവക മുഴുവനിലേക്കും ഈ നിമിഷം കർത്താവിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിലിരുന്ന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈ തിരുനാളിലൂടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വാഹകരായിട്ട് തീരുവാനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവ് നൽകുന്ന ആ ക്ഷണം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് കർത്താവെ സ്നേഹത്തിൻ്റെ വാഹകരായിട്ട് ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പാടുന്ന ഗാനത്തിൻ്റെ ഈരടികളിലൂടെ നമുക്ക് സഞ്ചരിച്ചുകൊണ്ട് ഈ അൾത്താരയിലായിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമേകീടേണമേ എൻ മനം നീറുമ്പോൾ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോൾ, ആരും കാണാതെ ഞാൻ കരയുമ്പോ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോ, ദൈവമേ ആശ്രയം നീ മാത്രമേ, ദൈവമേ ആശ്രയം
നീ മാത്രമേ. സ്നേഹമേകീടേണമേ എൻ മനം നീറുമ്പോ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ. ആരും കാണാതെ ഞാൻ കരയുമ്പോ, ആരോടും പറയാതെ ഞാനൊരുക്കുമ്പോൾ, ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. എന്തിനാണെൻ ജന്മമെന്ന ചോദ്യമെൻ്റെ തോഴനാ, കണ്ണുനീർമഴ തോർന്നിടാതെ പെയ്തിറങ്ങി മിഴികളിൽ. ആരുമില്ലെന്നോർത്തു ഞാൻ എന്തു വേണം ദൈവമേ. ആരുമില്ലെന്നോർത്തു ഞാൻ എന്തു വേണം ദൈവമേ. നീ എന്നെ കാണണമേ, കണ്ണീരുമായ്ക്കണമേ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിക്കുവാൻ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ആശ്രയം നീ മാത്രമേ. നമ്മുടെ ഇരു കരങ്ങളും ദിവ്യകാരുണ്യനാഥനിലേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി തൻ്റെ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ യുദ്ധത്തിൽ എതിരാളികളുടെ മേൽ വിജയം കണ്ടുവെന്ന്. നമ്മുടെ നീട്ടിയ കരങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളും ഈ നിമിഷം നമ്മുടെ സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങുവാനുള്ള ചാലകശക്തിയായി മാറട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് നമ്മളിന്ന് പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന ഉയരട്ടെ. ഒപ്പം നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ നിമിഷം നമുക്ക് ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ മുഴുവനായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളികളെ, മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം ഈ നിമിഷം നമുക്ക് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
കർത്താവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന ഈ നേരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അനുഗ്രഹമായിട്ട് പെയ്തിറങ്ങുന്ന നിമിഷം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഓർത്തുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. വണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി ഭൂതാശയേ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ ഇന്ദ്രിയങ്ങൾക്കിടും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവീതം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമീ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചുറ്റൂ